ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊന്നും ഇടാത്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒന്ന് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കുറച്ച് ദിവസം ഇടാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇവിടെ ഉത്സവമായിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാഞ്ഞത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലീനിങ് വീഡിയോസ്, ഇതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ ഇനിയും വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത് എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റാത്തതല്ല കേട്ടോ. എനിക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പം വ്ലോഗ് വീഡിയോസൊന്നും എടുക്കാഞ്ഞത്. നല്ല രീതിയിൽ BP കുറവാണ്, പെട്ടെന്ന് BP ലോ ആവുന്ന ഒരു ഇതാണ് എനിക്കുള്ളത്. അപ്പം അതുകൊണ്ടാണ്. ഇപ്പോൾ ഓക്കെ ആയിട്ടൊന്നുമില്ല. പിന്നെ ഒരേ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കഴിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പം പണിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഭയങ്കര പൊടിയായിരുന്നു. പൊടിയെന്ന് പറഞ്ഞാൽ റോഡിൽ ഇങ്ങനെ എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെയുള്ള റോഡ് നല്ല രീതിയിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ അത് ഫുള്ളും പൊടി, വണ്ടികൾ പോകുമ്പോൾ ഒക്കെ പൊടിയായിരിക്കും ഉള്ളിലേക്ക് വരിക. അതുകൊണ്ട് അവിടെയെല്ലാം നനച്ച് കൊടുത്തിട്ടാണ് ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ചെറിയ പൈപ്പും കൊണ്ടാണ് ഞാൻ വെള്ളം അടിക്കലുണ്ടായത്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ വലിയ പൈപ്പും കൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ ചെടികൾ മോശമായി പോവില്ലേ, ഡയറക്റ്റ് വെള്ളം അങ്ങനെ എന്നുവെച്ചാൽ കഴിയാത്തതുകൊണ്ടാണ്. കുറേ നേരം ചെറിയ പൈപ്പിലാകുമ്പോൾ കുറേ നേരം പിടിച്ചുകൊണ്ടിരിക്കണം. ഇതാകുമ്പോൾ പിന്നെ വെള്ളം കിട്ടുമല്ലോ, വേഗം തന്നെ ആവുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ വേഗം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ വാടിപ്പോവുകയും ചെയ്യും. ഒരുവിധം ചെടികളൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ചൂടല്ലേ ഇപ്പോൾ. ഞാൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്തതാണ്. കണ്ടോ, കോഴിക്കളെല്ലാം വന്ന് ചേകഞ്ഞ് എന്തിനാമോ ഇങ്ങനെ തന്നെ എടുത്ത് നല്ല വൃത്തിയാക്കിയിടുന്നതെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. എത്ര സ്ഥലം ഉണ്ടായാലും ഞാൻ ഈ വൃത്തിയാക്കി ഗാർഡനാക്കി നല്ല സെറ്റാക്കി എടുക്കാൻ മാത്രമേ കളക്കാനും മാന്താനും വരില്ല ഇവർ. അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് നല്ല സെറ്റാക്കുമായിരുന്നു. എൻ്റെ പയർ കണ്ടില്ലേ, അത്യാവശ്യം കുറച്ച് വലിപ്പം വന്നിട്ടുണ്ട്. അപ്പം ഒരു വറവിനുള്ള പയറാവുമ്പം പറിക്കാമെന്നുള്ള രീതിയിലായിരുന്നു. അതിനിടയിലാണ് ഒരു സാധനം ഞാൻ ഒളിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, എൻ്റെ കൈപ്പക്ക ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ പൊത്തി സൂക്ഷിക്കണം. അപ്പം ഇനി കവറിട്ട് കൊടുക്കണം. ഇപ്പം കണ്ടുകൊണ്ടാണ് കവറിട്ട് കൊടുക്കാഞ്ഞത് കേട്ടോ. അപ്പം അതിന് സേഫാക്കി വെക്കണം. ഒരു ഈച്ചക്കോ ഒന്നിനോ ഞാൻ വിട്ടു കൊടുക്കില്ല അതിനെ.
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.